എന്തായാലും ജയിലിലുള്ള അരവിന്ദ് കെജ്രിവാൾ പുറത്തുള്ള അരവിന്ദ് കെജ്രിവാളിനേക്കാൾ കൂടുതൽ അപകടകാരിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഡൽഹിയിൽ കാണാൻ സാധിക്കുന്നത്. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു അറസ്റ്റായിരുന്നു ആം ആദ്മി പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. ആ അറസ്റ്റ് പക്ഷേ BJP പ്രതീക്ഷിച്ച ഫലം നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാൾ പുറത്തുള്ള അരവിന്ദ് കെജ്രിവാളിനേക്കാൾ അപകടകാരിയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതോടെ സർക്കാർ നിലംപൊത്തുമെന്നൊക്കെ BJP സ്വപ്നം കണ്ടിരുന്നെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ സർക്കാർ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ ED കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി സർക്കാരിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടുത്തെ ജലവിതരണ വകുപ്പ് മന്ത്രിയായ അതീഷി മർലേനയ്ക്ക് ചില ജലവിതരണവും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശം നൽകിയതായി അതീഷി തന്നെ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ പറയുകയുണ്ടായി. ഇന്നിതാ അവിടുത്തെ ആരോഗ്യമന്ത്രി സൗരവ് ഭരദ്വാജിന് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ചില നിർണായക നിർദ്ദേശങ്ങൾ അരവിന്ദ് കെജ്രിവാൾ നൽകിയതായും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ ആശുപത്രികളിലൂടെ സൗജന്യ മരുന്ന് വിതരണം ആരംഭിക്കാൻ പോവുകയാണെന്നും അവിടുത്തെ ആരോഗ്യമന്ത്രി കൂടിയായ സൗരവ് ഭരദ്വാജ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതായത് BJP സ്വപ്നം കണ്ടത് ഒരു സർക്കാർ കൂടി ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടെ വീഴുമെന്നാണ്. പക്ഷേ ഡൽഹിയിലെ സർക്കാർ വീണില്ല എന്ന് മാത്രമല്ല, അവർ കൂടുതൽ ജനപ്രിയ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കസ്റ്റഡിയിലിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ അപകടകാരിയായി മാറുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിനെ ED കുരുക്കിയത് ഡൽഹി മദ്യനയ കേസിലാണ്. എന്താണ് ഡൽഹി മദ്യനയ കേസെന്ന് ചോദിച്ചാൽ, 2021 നവംബർ 17 ആം ആദ്മി പാർട്ടി സർക്കാർ ഡൽഹിയിൽ പുതിയ മദ്യനയം അവതരിപ്പിക്കുന്നത്. മദ്യനയം അവതരിപ്പിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി സർക്കാർ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ചത് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, സർക്കാരിൻ്റെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുക. 2, മദ്യമേഖലയിലെ കരിഞ്ചന്തയുടെയും മദ്യമാഫിയയുടെയും ഒക്കെ സ്വാധീനം കുറയ്ക്കുക. പക്ഷേ കൊണ്ടുവന്ന മദ്യനയം വലിയ വിമർശനങ്ങൾക്ക് മാത്രമല്ല, അഴിമതി ആരോപണങ്ങൾക്കും വിധേയമായി എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം വലിയ രീതിയിൽ സ്വകാര്യ മേഖലയ്ക്ക് മദ്യവിൽപ്പനയെ വിട്ടുകൊടുക്കുന്ന ഒരു നയമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടു. അതുമാത്രമല്ല, മദ്യവിൽപ്പനയിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിന്മാറുന്നതും വലിയ വിമർശനങ്ങൾക്കിടയാക്കി. ഇതിനു പുറമെ പുതിയ മദ്യനയം നിലവിൽ വന്ന് അവിടെ വിതരണം ചെയ്യപ്പെട്ട മദ്യത്തിൻ്റെ ഗുണനിലവാരത്തിൽ പോലും വലിയ പരാതികൾ ഉയർന്നു എന്നതാണ് യാഥാർത്ഥ്യം. BJP മാത്രമല്ല ഈ മദ്യനയത്തിൽ അഴിമതിയുണ്ട് എന്ന ആരോപണവുമായി രംഗത്ത് വന്നത്. അവിടുത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പാർട്ടി ലെറ്റർ പാഡിൽ കമ്മീഷണർക്ക്, ഡൽഹിയുടെ പോലീസ് കമ്മീഷണർക്ക് ഈ മദ്യനയത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും ആ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ടെന്നും ആരോപിച്ച് കത്തെഴുതിയിരുന്നു. അങ്ങനെ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് തേടുകയും ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, സർക്കാർ അനർഹമായ സഹായം ലൈസൻസികൾക്ക് ചെയ്തു നൽകി. 2, സർക്കാരിന് 144.36 കോടി രൂപയുടെ നികുതി നഷ്ടം, നികുതി ഇളവ് ചെയ്യുന്നതിലൂടെ ഉണ്ടായി എന്നും ഇതെല്ലാം തന്നെ ഈ മദ്യനയം മൊത്തത്തിൽ തന്നെ ലഫ്റ്റനന്റ് ഗവർണറിൻ്റെ അനുമതിയില്ലാതെ രൂപീകരിച്ച ഒന്നാണെന്നും ചീഫ് സെക്രട്ടറി ലഫ്റ്റനന്റ് ഗവർണറിന് കത്ത് നൽകി. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ CBIക്ക് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയുണ്ടായി. തുടർന്ന് CBI വിശ്വാസവഞ്ചന, അഴിമതി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ആദ്യം അറസ്റ്റിലാകുന്നത് അവിടുത്തെ എക്സൈസ് മന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവുമായിട്ടുള്ള മനീഷ് സിസോദിയാണ്. ഏറെ റെയ്ഡുകൾക്കും മറ്റും ശേഷമാണ് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ഏതാനും മാസങ്ങൾക്കിപ്പുറം 2023 തന്നെ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവും രാജ്യസഭാ MPയുമായിട്ടുള്ള സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതേ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് BRS നേതാവും KCRന്റെ മകളുമായ കവിതയെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റുകളുടെ എല്ലാം തുടർച്ചയെന്നോണമാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്ന ദിവസം തന്നെ ആം ആദ്മി പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ EDയുടെ യജമാനന്മാരും കരുതിയത് ഇതോടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാർ താഴെ വീഴുമെന്നാണ്.
പക്ഷേ ആ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മാത്രമല്ല, ആം ആദ്മി പാർട്ടി കൂടുതൽ കരുത്താർജിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഡൽഹിയിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഡൽഹിയിൽ അരങ്ങേറി. ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു മാർച്ചും ഖരാവോയും ഒക്കെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പുരോഗമിക്കുകയാണ്. അങ്ങനെ ആം ആദ്മി പാർട്ടിയെ സംഘടനാപരമായി കൂടി ഉണർത്തിയ ഒരു നടപടിയായി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് മാറി എന്നതാണ് യാഥാർത്ഥ്യം. ഇത് പ്രതിപക്ഷ ചേരിയെ കൂടുതൽ ഉണർത്തുകയും ജാഗരൂകരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്തായാലും ജയിലിലുള്ള അരവിന്ദ് കെജ്രിവാൾ പുറത്തുള്ള അരവിന്ദ് കെജ്രിവാളിനേക്കാൾ കൂടുതൽ അപകടകാരിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഡൽഹിയിൽ കാണാൻ സാധിക്കുന്നത്.